അടുത്ത ആഴ്ചത്തേക്കുള്ള ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. അടുത്ത ആഴ്ച നിങ്ങൾക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളിലേക്ക് ഒരു ധനസമ്പാദന മാർഗം തെളിഞ്ഞു വരുന്നുണ്ട്. സ്റ്റേബിളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, അങ്ങനെയാണ്. റിസ്ക് എടുക്കാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം അല്ല. കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തഡാണ്. പുതിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളോ ബിസിനസ്സോ ഒന്നുമല്ല. കുറച്ച് നിങ്ങൾ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു ധനസമ്പാദന രീതിയാണ് ഈ പുതുവർഷമായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു പക്ഷേ നിങ്ങൾ വെക്കേഷൻ ടൈമാണ്, സുഹൃത്തുക്കളോടൊപ്പം കുറച്ച് പേർ പുറത്ത് പോയി എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് അടിസ്ഥാനത്തിലായിരിക്കാം തുടങ്ങുന്നത്. അതിൻ്റെ ഒരു സൂചന ലഭിക്കുന്നുണ്ട്. ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു ടീം വർക്ക് നിങ്ങൾക്ക് ആവശ്യമായി വരും ഈ സാഹചര്യത്തിൽ. നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് തരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഫിനാൻസിൻ്റെ കാര്യത്തിൽ അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. ഈ കാർഡ് കണ്ടാൽ തന്നെ ഒരു ഗോൾഡൻ ഗ്ലോ ആണ് ഈ കാർഡിന് ഉള്ളത്. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വളരെയധികം വൈകാരികമായ സംതൃപ്തി നിങ്ങൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടില്ല, ഒരു ട്രഷർ ചെസ്റ്റിലാണ് ആ സ്ത്രീ നിൽക്കുന്നത്. ഒരു നിധി കിട്ടിയ പോലത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത്ര സന്തോഷം ഉണ്ടായിരിക്കും. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അടുത്തത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകും തോറും ജീവിതത്തിൽ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ് ഈ ഒരാഴ്ച നിങ്ങൾക്ക് പ്രവചിക്കപ്പെടുന്നത്. വളരെ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും അതിലൊന്നും ഇളകാതെ സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. വളരെയധികം കാം ആൻഡ് ക്വയറ്റാണ്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആയി തീരണം എന്നാണ് പറയുന്നത്. കിങ് ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, വളരെ ഇമോഷണലായി സന്തോഷം ഒരുപാട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക. അടുത്തായി വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ സമയത്ത് നിങ്ങൾക്കൊരു ന്യൂ ഇമോഷണൽ ബിഗിനിങ്സ് എന്നാണ് പറയുന്നത്. പുതിയ വൈകാരികമായ പുതിയ തുടക്കങ്ങൾ പലർക്കും ഉണ്ടാവുന്നുണ്ട്. ഒരു പുതിയ ഇമോഷണൽ അവയർനെസ് നിങ്ങൾക്ക് കൂടാതെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നൊരു സമയമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഇന്നർ വിസ്ഡം കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങുന്ന സമയമാണ്. നിങ്ങളുടെ ഇൻസ്റ്റിങ്സ് നിങ്ങൾക്ക് കൂടുതൽ വെളിച്ചം പകരും. അതിൻ്റെ ഒരു ഗൈഡൻസിൽ മുന്നോട്ട് നീങ്ങുക എന്നാണ് പറയുന്നത്. ചിലർക്കൊരു പുതിയ ബന്ധം വരാൻ സാധ്യതയുണ്ട്. ക്രിയേറ്റീവ് ആവുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ ക്രിയേറ്റീവ് ആവുന്നുണ്ട്. പുതിയ ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. കലകളിലൊക്കെ പ്രാവീണ്യം നേടിയിട്ടുള്ളവർക്ക് പുതിയ ഐഡിയാസ്, കൂടുതൽ റെക്കഗ്നിഷൻ, അതൊക്കെ വരുന്ന ഒരു സമയമാണ്.